ഹലോ ഹായ്, ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് മൂവീസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സിനിമകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. റോഡ് മൂവീസ് എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് ദൂരം ഒരു സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഒരു കാറിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചിലപ്പോൾ സംഭവിക്കാവുന്ന, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നിരുന്നാൽ പോലും അപ്രതീക്ഷിതമായി ചിലപ്പോൾ ചില മോഷണ ശ്രമങ്ങളോ അല്ലെങ്കിൽ മറ്റിപ്പോ സൈക്കോ കില്ലേഴ്സിനെയൊക്കെ പോലുള്ള ഒരു അതിദാരുണമായ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം നമ്മുടെ ചില യാത്രകളിൽ. അങ്ങനത്തെ കുറച്ച് റോഡ് മൂവീസ് ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഹൈവേസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന ചില സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ 3 സിനിമകൾ എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ലിസ്റ്റിൽ ആദ്യത്തേത് 2023 അരുൺ വസീകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റോഡ് എന്ന മൂവിയാണ് ലിസ്റ്റിൽ ആദ്യത്തേത്. ഒരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഹീറോയിൻ എന്ന് പറയുമ്പോഴത്തെ ഒരു ചിത്രമാണ്. തൃഷയാണ് ഇതിന്റെ ടൈറ്റിൽ റോൾ ചെയ്തേക്കുന്നത്. കഥയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃഷയുടെ മകനോട് തൃഷ ഒരു വാക്ക് പറയുകയാണ്. അതായത്, അടുത്ത നിന്റെ ബർത്ത്ഡേക്ക് ബൈ റോഡിൽ നമുക്ക് മധുരയ്ക്ക് പോവാം, മധുര ടെമ്പിളിൽ പോവാം ബൈ റോഡായി എന്നൊരു വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവന്റെ അടുത്ത പിറന്നാൾ വരുന്നു. പക്ഷെ ആ പിറന്നാൾ വരുന്ന സമയത്ത് തൃഷ അടുത്ത് കൺസീവ് ആവുകയാണ്. അപ്പൊ അങ്ങനെ ഡോക്ടർ പറയുന്നു, തൃഷയോട് യാത്ര ചെയ്യാനേ പാടില്ല, ഒരു കാരണവശാലും നിങ്ങൾ യാത്ര ചെയ്യരുത് എന്ന് പറയുന്നു. അങ്ങനെ അവരാകെ മൊത്തത്തിൽ തകരുന്നു. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ലേ, ആ മകനെ ഇനി വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് തൃഷയുടെ ഭർത്താവും ആ മകനുമായി മധുരയിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ മധുരയിലേക്ക് യാത്ര തിരിച്ച അവർ ഒരു പകുതി ദൂരം എത്തുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അതിൽ ഭർത്താവും മകനും കൊല്ലപ്പെടുന്നു. അങ്ങനെ ആ ആക്സിഡന്റ് സ്പോട്ടിൽ എത്തുന്ന തൃഷയ്ക്ക് വളരെ സംശയാസ്പദമായ ചില കാര്യങ്ങൾ തൃഷ കാണുകയാണ്. അതായത്, തൃഷ അവിടെ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ആദ്യത്തെ സംഭവമല്ല. ഇതുപോലെ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ സംശയാസ്പദമായ കുറെ കാര്യങ്ങൾ തൃഷ അറിയുകയാണ്. അപ്പോൾ തൃഷ മനസ്സിലാക്കുകയാണ്, ഇത് ഒന്നുകിൽ ഇത് മനഃപൂർവ്വം ആരോ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു മർഡർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനായി ആരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം ചെയ്ത ഒരു കാര്യം എന്നുള്ള ഒരു നിഗമനത്തിൽ തൃഷ എത്തിച്ചേരുകയാണ്. അങ്ങനെ തൃഷ ഈ ഒരു കൊലപാതകത്തിന്റെ സത്യം അന്വേഷിച്ചിറങ്ങുന്ന ആ ഒരു സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഒരുപാട് ഗംഭീരമായ ട്വിസ്റ്റുകൾ ഒന്നും ഉൾപ്പെട്ട ഒരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും റോഡ് മൂവീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇത്തരത്തിലുള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് തീർച്ചയായിട്ടും വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ ഹൈവേയിൽ യാത്ര ചെയ്തു വരികയാണ്. അപ്പോൾ ഈ യാത്രക്കിടയിൽ ആ കാറ് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം അവർ എന്ത് ചെയ്യുന്ന, രാത്രിയാണ് സമയം, അവരെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ലേഡിയും ഒരു വയസ്സായ ഒരാളും വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഹെൽപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. കാരണം അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ആ ഒരു സത്യാവസ്ഥ നമ്മൾ കാണുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ആ ഒരു ഇൻട്രോ, ആ സിനിമയുടെ ഈ ഒരു ഇൻട്രോ തന്നെ നമ്മൾ ഈ സിനിമ കാണാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റോഡ് എന്ന ഈ മൂവി 2023 ഇറങ്ങിയത്. റോഡ് എന്ന ഈ മൂവി ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക. കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും തിരിച്ച് ഈ വീഡിയോയിൽ വന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടും മറക്കരുത്. ഇനി ഒരുപക്ഷെ ഈ റോഡ് എന്ന ഈ മൂവി കണ്ടവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ സിനിമയിൽ നിന്ന് നോക്കാം. 2022 KV ഗുഹാന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഹൈവേ. ഹൈവേയുടെ ഒരു കഥ എന്ന് പറയുകയാണെങ്കിൽ, ഇതിലെ നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറയും പോലെ ഫ്രീലാൻസ് ആയി അദ്ദേഹം ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് പലയിടങ്ങളിലൊക്കെ പോയി ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് നമ്മുടെ ഇതിലെ കഥാനായകൻ. അദ്ദേഹം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടിയെ കാണുകയും ഇഷ്ടപ്പെടുകയും പ്രപ്പോസ് ചെയ്യുകയും അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആവുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ ത്രില്ലിംഗ് മൊമെന്റ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതായിരുന്നു നമ്മുടെ സൈക്കോ വില്ലൻ. ഇതിലെ സൈക്കോ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്.
അയാൾ ഒരു ആംബുലൻസിലൂടെ ഇങ്ങനെ ഹൈവേസിലൊക്കെ സഞ്ചരിച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇയാളുടെ ഈ യാത്രകൾക്കിടയിൽ ഇയാൾ ഓരോ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുകയും അവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അതിക്രൂരനായ ഒരു സൈക്കോ കില്ലറാണ് ഇതിലുള്ളത്. അങ്ങനെ നമ്മുടെ നായകനും ഹീറോയിനും ചേർന്ന് ഒരു യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫിക്കായി ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ ഈ യാത്രയുടെ മധ്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞ സൈക്കോ ആംബുലൻസ് ഡ്രൈവർ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. പിന്നെ തുടർന്നുണ്ടാവുന്ന അതിഭീകരമായ കുറെ സംഭവങ്ങളാണ് ഈ ഹൈവേ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഒരു കഥയുടെ പ്ലോട്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഇതൊരു ഹൈ റെക്കമെൻഡഡ് മൂവി എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ, അതായത് എനിക്കിങ്ങനെ റോഡ് മൂവീസ് കാണാനായി ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആലോചിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും കണ്ടിരുന്നാൽ ബോറടിക്കാത്ത ഒരു സിനിമ തന്നെയാണ്. പേഴ്സണലി ഞാൻ പോലും അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ഇതുപോലെ ക്രൈം മൂവീസിന്റെ ഒരു ആരാധകനാണ്. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ കാറ്റഗറി സിനിമകൾ എവിടെ ഉണ്ടെങ്കിലും ഏത് സൈറ്റിലുണ്ടെങ്കിലും ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാനത് സെർച്ച് ചെയ്ത് കണ്ടെത്തി കാണുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ എത്ര നിലവാരമുള്ള സിനിമയോ നിലവാരം കുറഞ്ഞ സിനിമയോ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ജോണർ ആയതുകൊണ്ട് ഞാനത് എങ്ങനെയായിരുന്നാലും കഷ്ടപ്പെട്ട ആ സിനിമ ഫുള്ള് കാണാൻ ശ്രമിക്കും. നല്ല പടമാണെങ്കിൽ ഞാൻ അത്രയും എൻജോയ് ചെയ്ത് തന്നെ ആ സിനിമ കാണും. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ 2022 പുറത്തിറങ്ങിയ ഈ ഹൈവേ എന്ന ചിത്രം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ലിസ്റ്റിൽ അടുത്ത ചിത്രം ഏതെന്ന് നോക്കാം. 2016 ഗുഹാൻ ചെന്നിയപ്പന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സവാരി. അതും ഈ പറയുമ്പോഴത്തെ സംഭവങ്ങൾ തന്നെയാണ്. ഹൈവേസിൽ നടക്കുന്ന ഇൻസിഡന്റ്. ഇതിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സൈക്കോ കില്ലർ ഉണ്ട്. അയാൾ ഹൈവേസിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് കുറെ പേരും നിർത്തുന്നില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർത്തുന്നു. അയാൾ ആ വണ്ടിയിൽ കയറുന്നു. വണ്ടിയിൽ കയറിയ ശേഷം ഈ യാത്രക്കാരെ അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ്. എന്താ അല്ലേ സൈക്കോ കില്ലേഴ്സ്? അതെ, അങ്ങനെ ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് നിന്നും ഒരു പകുതിയോളം അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് കാണിക്കുന്നത്. കാരണം ഈ രാത്രിയൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും യാത്ര തിരിക്കുന്ന ആൾക്കാര് ലിഫ്റ്റ് ചോദിച്ച് വണ്ടിക്കുള്ളിൽ കയറുകയും അവരെ ഒരു പകുതി ദൂരമെല്ലാം എത്തുമ്പോൾ പുറകിൽ നിന്നും ഏതെങ്കിലും വിധേന അവരെ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ നിരന്തരമായി ഈ ഹൈവേസിൽ നടക്കുന്ന ഈ ഒരു സംഭവം പോലീസുകാർക്ക് വലിയൊരു തലവേദനയായിട്ട് മാറുകയും അങ്ങനെ അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. അങ്ങനെ നമ്മൾ ഇതിലെ പ്രധാന നായക കഥാപാത്രം ചെയ്ത പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ കല്യാണമാണ്. കല്യാണം ഇതിൽ കാണിക്കുന്ന വളരെ രസമായ ഒരു സംഭവമാണ്. കാരണം ഈ പോലീസ് ഓഫീസർ ഈ സൈക്കോയുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഇടയ്ക്ക് ഇന്നാണ് തന്റെ കല്യാണമെന്ന് അയാൾ മറന്നു പോവുകയാണ്. അങ്ങനെ മറന്ന അദ്ദേഹം പിന്നെ പെട്ടെന്ന് ആരോ വീട്ടിൽ നിന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരികയും അയ്യോ ഇന്നാണല്ലോ എന്റെ കല്യാണം എന്ന് വിചാരിച്ചിട്ട് അയാൾ പെട്ടെന്ന് യൂണിഫോം എല്ലാം മാറ്റി ഒരു കാറിൽ ബൈ റോഡിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസറുടെ യാത്രക്കിടയിലും നമ്മളുടെ ഈ സൈക്കോ കില്ലർ ലിഫ്റ്റ് ചോദിക്കുകയാണ്. അങ്ങനെ ഈ സൈക്കോ കില്ലർ ആണ് എന്നറിയാതെ ഈ പോലീസ് ഓഫീസർ അയാളെ ആ വണ്ടിക്കകത്ത് കയറ്റുകയാണ്. പിന്നെ നടക്കുന്ന ഗംഭീരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. മനോഹരമാണോ സിനിമ എന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനോഹരമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പൂർണ്ണമായും ഒരു ത്രില്ലർ മൂവി എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. എന്നിരുന്നാൽ പോലും ഗംഭീരമായ ട്വിസ്റ്റുകളും ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയും പോലെ ഒരു ഒറ്റത്തവണ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് 2016 പുറത്തിറങ്ങിയ സവാരി. അപ്പൊ സവാരി എന്ന ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 റോഡ് മൂവീസിന്റെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത് ഈ മൂവീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജോണേഴ്സിലുള്ള മൂവീസ് ഉണ്ട്. ലവ് സ്റ്റോറി ആവട്ടെ, ഫൈറ്റ് മൂവി ആവട്ടെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൂവി ആവട്ടെ, എങ്ങനത്തെ സിനിമ, ക്രൈം ത്രില്ലേഴ്സ് ആവട്ടെ, ഏതൊരു ചിത്രവും നിങ്ങൾ കാണാത്തത് അല്ലെങ്കിൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ ഉറപ്പായും ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ബൈ.